ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ കോമ്പാക്ട് SUV വിപണിയിൽ കിയ സോണറ്റ് ശ്രദ്ധേയ നേട്ടം സ്വന്തമാക്കി. 2020-ൽ ഇന്ത്യൻ വാഹന വിപണിയുടെ ഭാഗമായി മാറിയ ഈ കിയ മോഡൽ 5 ലക്ഷം വാഹനങ്ങൾ നിരത്തുകളിൽ എത്തിച്ചതിന്റെ ആഘോഷങ്ങളിലാണിപ്പോൾ. ഇന്ത്യൻ കോമ്പാക്ട് SUV വിപണിയിലെ കടുത്ത മത്സരത്തിനിടയിൽ കിയ സോണറ്റ് ശക്തമായ സാന്നിധ്യം തുടരുകയാണ്. 2020-ൽ ഇന്ത്യൻ വിപണിയിലെത്തിയ സോണറ്റ് ഇതുവരെ 5 ലക്ഷം യൂണിറ്റ് വിൽപ്പന പിന്നിട്ടുവെന്ന് കിയ ഇന്ത്യ അറിയിച്ചു. കിയയുടെ മൊത്തം വിൽപ്പനയുടെ ഏകദേശം 35% സോണറ്റിന്റെ സംഭാവനയാണെന്നും തുടർച്ചയായി 2 വർഷവും പ്രതിവർഷം 1 ലക്ഷം യൂണിറ്റ് വീതം വിൽപ്പന കൈവരിക്കാൻ ഈ മോഡലിന് സാധിച്ചതായും കമ്പനി വ്യക്തമാക്കി. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 70 വിപണികളിലേക്ക് 1 ലക്ഷത്തിലധികം സോണറ്റ് യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തതായും കിയ അവകാശപ്പെട്ടു. വിറ്റഴിക്കപ്പെട്ട ഓരോ യൂണിറ്റും ഉപയോക്താക്കളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണെന്നും വാഹനത്തിന്റെ ആകർഷകമായ രൂപകൽപ്പന, ആധുനിക സാങ്കേതികവിദ്യ, വിശ്വാസ്യത എന്നിവയാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും കിയ ഇന്ത്യ അറിയിച്ചു. HT ലൈൻ, GT ലൈൻ, X ലൈൻ എന്നീ 3 ട്രീം ലെവലുകളിലായി 7 വേരിയന്റുകളിലാണ് സോണറ്റ് വിപണിയിലെത്തുന്നത്. ഇന്ത്യയിലെ കിയ സോണറ്റിന്റെ എക്സ് ഷോറൂം വില 7,30,000 രൂപ മുതൽ 14 ലക്ഷം രൂപ വരെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ സ്വന്തം ആഗോള സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന സൂചന നൽകി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സാങ്കേതിക സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മുന്നേറ്റത്തിൽ നിർണായക ഘട്ടമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആപ്പിൾ പോലെ ഇന്ത്യയ്ക്കും സ്വന്തമായ ഒരു ആഗോള സ്മാർട്ട് ഫോൺ ബ്രാൻഡ് യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യാ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെയാണ് ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെക്കുറിച്ചുള്ള സൂചന മന്ത്രി നൽകിയത്. ഇലക്ട്രോണിക്സ് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും ഉൽപാദനശേഷിയും രാജ്യത്ത് ശക്തിപ്പെട്ട സാഹചര്യത്തിൽ ഇനി സ്വന്തം ബ്രാൻഡും ഉപകരണങ്ങളും വികസിപ്പിക്കാനുള്ള സമയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മൊബൈൽ ഫോൺ നിർമ്മാണത്തിന് ആവശ്യമായ ആയിരക്കണക്കിന് പ്രക്രിയകളെ പിന്തുണയ്ക്കുന്ന ശക്തമായ ഇലക്ട്രോണിക്സ് ഇക്കോസിസ്റ്റം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുണ്ടെന്നും മെയ്ഡ് ഇൻ ഇന്ത്യ സ്മാർട്ട് ഫോൺ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം ഗൃഹപാഠം നടത്തി മുന്നേറുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. അടുത്ത 1.5 വർഷത്തിനകം ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ ബ്രാൻഡ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു. സാങ്കേതികവിദ്യയിലും പശ്ചാത്തല സൗകര്യങ്ങളിലും സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായി 2030ഓടെ 7 നാനോമീറ്റർ ചിപ്പുകളും 2032ഓടെ 3 നാനോമീറ്റർ ചിപ്പുകളും നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അർദ്ധചാലക മേഖലയിൽ വേഗത്തിൽ പുരോഗതി കൈവരിക്കുന്ന ഇന്ത്യ ചിപ്പ് നിർമ്മാണ രംഗത്തെ ആഗോള ഭീമനായ ASML കമ്പനിയുടെ നെതർലാൻഡ്സ് ആസ്ഥാനം അടുത്തിടെ സന്ദർശിച്ചതായും മന്ത്രി അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക ലിത്തോഗ്രഫി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ASML ഇന്ത്യയിലെ ധൊലേറയിൽ സ്ഥാപിക്കുന്ന ചിപ്പ് ഫാബ്രിക്കേഷൻ യൂണിറ്റിലേക്ക് ഉപകരണങ്ങൾ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായി അർദ്ധചാലക മേഖലയിലെ സഹകരണത്തിനുള്ള താൽപര്യവും കമ്പനി പ്രകടിപ്പിച്ചതായി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകമാകെ ഇന്റർനെറ്റ് ഉപയോക്താക്കളെ ആശങ്കയിലാഴ്ത്തി വൻ സൈബർ സുരക്ഷാ ചോർച്ച പുറത്തുവന്നിരിക്കുകയാണ്. ജിമെയിൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ ജനപ്രിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ കോടിക്കണക്കിന് അക്കൗണ്ടുകളുടെ ലോഗിൻ വിവരങ്ങൾ അനധികൃതമായി പുറത്തുവന്നതായുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ലോകത്തെ നടുക്കിയ വൻ സൈബർ സുരക്ഷാ ചോർച്ചയിൽ ജിമെയിൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള പ്രമുഖ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ 149 ദശലക്ഷത്തിലധികം അക്കൗണ്ടുകളുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ചോർന്നതായി റിപ്പോർട്ട്. പ്രശസ്ത സൈബർ സുരക്ഷാ ഗവേഷകനായ ജെറമിയ ഫൗളർ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പാസ്വേഡ് സംരക്ഷണമോ എൻക്രിപ്ഷനോ ഇല്ലാത്ത ഏകദേശം 96 GB വലുപ്പമുള്ള ഒരു തുറന്ന ഡേറ്റാബേസിലാണ് ഈ ലോഗിൻ ക്രെഡൻഷ്യലുകൾ കണ്ടെത്തിയത്. ജിമെയിലിലെ 48 ദശലക്ഷം, യാഹുവിലെ 4 ദശലക്ഷം, ഫേസ്ബുക്കിലെ 17 ദശലക്ഷം, ഇൻസ്റ്റഗ്രാമിലെ 6.5 ദശലക്ഷം, നെറ്റ്ഫ്ലിക്സിലെ 3.4 ദശലക്ഷം, ഔട്ട്ലുക്കിലെ 1.5 ദശലക്ഷം അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ടിക്ടോക്ക്, എക്സ്, ഡിസ്നി പ്ലസ്, HBO മാക്സ്, ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകൾ, ബാങ്കിംഗ് അക്കൗണ്ടുകൾ, സർക്കാർ വെബ്സൈറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലോഗിൻ വിവരങ്ങളും ഡേറ്റാബേസിൽ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് നേരിട്ടുള്ള സെർവർ ഹാക്കിങ്ങിന്റെ ഫലമല്ലെന്നും വ്യാജ ഇമെയിൽ അറ്റാച്ച്മെന്റുകൾ, വ്യാജ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ, വൈറസ് ബാധിച്ച ബ്രൗസർ എക്സ്റ്റൻഷനുകൾ എന്നിവ വഴി ഉപകരണങ്ങളിൽ കയറുന്ന ഇൻഫോസ്റ്റീലർ മാൽവെയറാണ് ഈ ഡേറ്റ ശേഖരിച്ചതെന്നും ഗവേഷകർ വ്യക്തമാക്കി. മോഷ്ടിച്ച വിവരങ്ങൾ പിന്നീട് ഒരു ക്ലൗഡ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. ഉപയോക്താക്കൾ ഉടൻ പാസ്വേഡുകൾ മാറ്റുകയും 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ സജീവമാക്കുകയും സംശയാസ്പദമായ ലിങ്കുകളും ഫയലുകളും ഒഴിവാക്കുകയും ചെയ്യണമെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.